എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ലെറ്റസ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: സംഗീത സംവിധായകൻ SP വെങ്കടേഷ് ഇനി ഒരു ഓർമ്മ മാത്രം. സൂപ്പർ ഹിറ്റ് ഈണങ്ങളിലൂടെ മലയാള ചലച്ചിത്ര സംഗീത ആസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ സംഗീത സംവിധായകനാണ് SP വെങ്കടേഷ്. ഇനി ഓർമ്മകളിലെ മായാത്ത ഈണം. അടുത്തത് പ്രധാനപ്പെട്ട വാർത്ത: ഇന്ത്യ US വ്യാപാര കരാർ നൽകിയ ഉറപ്പുകൾ എന്തൊക്കെ? വളരെ അവ്യക്തത നിറഞ്ഞ ഒരു സംഭവമാണ്. ആർക്കും എന്താണെന്നറിയില്ല. ഇന്നലെ തന്നെ പാർലമെൻറ്റിൽ പ്രതിപക്ഷ ഭരണപക്ഷ വാഗ്വാദം കൊണ്ട് പ്രക്ഷുബ്ധമായിരുന്നു. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇന്ത്യ പോലൊരു മഹാരാജ്യം അമേരിക്ക പോലൊരു രാജ്യവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളണേ. അടുത്തത് നിയമസഭ. കേരള നിയമസഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടുപ്പിച്ച് പ്രതിപക്ഷം. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറി 2 MLA മാർ 2 തവണ സഭ നിർത്തിവെച്ചു. ഒടുവിൽ പ്രതിപക്ഷം ബഹിഷ്കരണം. എന്തായാലും ഈ നാടകമൊക്കെ കണ്ട് ജനം ഇങ്ങനെ അന്തം വിട്ട് വയ്ക്കുക. യഥാർത്ഥത്തിൽ അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി മറയ്ക്കാൻ ഒളിക്കാനും പെടാപ്പാട് പെടുകയാണ്. ആരാണോ അയ്യപ്പൻ്റെ സ്വർണം കട്ടത് അവർ ശരിക്കും എന്തായാലും പിടിക്കപ്പെടും. പക്ഷേ അതിന് മുമ്പുള്ള ചില പ്രകടനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അത് ആരാണെന്നൊക്കെ ഉള്ളത് നിയമത്തിൻ്റെ മുമ്പിൽ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ഇനി അടുത്തത്: യുമാൻ ഖേംചന്ദ് മണിപ്പൂർ മുഖ്യമന്ത്രിയാകും. അത് കൊള്ളാം. കൊൽക്കത്ത: കലാപത്തെ തുടർന്ന് 1 വർഷമായി രാഷ്ട്രപതി ഭരണത്തിലുള്ള മണിപ്പൂരിൽ സർക്കാർ രൂപീകരണത്തിന് കളമൊരുങ്ങുന്നു. തപാൽ വകുപ്പിൽ 28,470 ഒഴിവുകളാണ് വരുന്നത്. കേരള സർക്കിളിൽ മാത്രം പ്രതീക്ഷിക്കുന്നത് 2000-ഓളം ഒഴിവുകളാണ്. അത് എല്ലാവരും തൊഴിൽ വീതിയും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ന്യൂസും ഒക്കെ കണ്ട് വായിച്ച് അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. റെയിൽവേയിലും അതുപോലെ 22,195 ഗ്രൂപ്പ് D ഒഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ അതെല്ലാം നോക്കി കണ്ട് അതിൻ്റെ പ്രയോജനവും അതിൻ്റെ സാധ്യതകളും ഒക്കെ പ്രയോജനപ്പെടുത്തുക. ഒരു അന്താരാഷ്ട്ര ന്യൂസ് പ്രധാനമായും ഇന്ന് വളരെ പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ ഇടയിൽ പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്: എപ്സ്റ്റെയിൻ ബന്ധം. ക്ലിൻ്റൺ ദമ്പതികൾ സഭാ സമിതി അന്വേഷണവുമായി സഹകരിക്കും. നോർവേയിലും ബ്രിട്ടനിലും എപ്സ്റ്റെയിൻ പ്രകമ്പനം. വാഷിംഗ്ടൺ: ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റെയിനുമായി ബന്ധപ്പെട്ട US ജനപ്രതിനിധി സഭാ സമിതി അന്വേഷണവുമായി സഹകരിക്കാമെന്ന് മുൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റനും ഭാര്യ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിൻ്റനും സമ്മതിച്ചു. പ്രശസ്ത വ്യവസായി CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. CJ റോയ് സമ്മർദ്ദത്തിലായത് നിക്ഷേപകർ പിന്മാറിയതോടെയാണെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. പണത്തിൻ്റെ സ്രോതസ്സ് വെളിപ്പെടുത്താനാവാത്തതും തിരിച്ചടിയായിട്ടുണ്ട്. ബാംഗ്ലൂർ: കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ CJ റോയ് 6 മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കണ്ടെത്തി. കടബാധ്യതയില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയി കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചതും സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം. വ്യാജ പേ വാക്സിൻ പ്രചരിക്കുന്നു കേന്ദ്രം. രാജ്യത്ത് വ്യാജ പേ വാക്സിൻ പ്രചരിക്കുന്നതായി കേരള ആരോഗ്യ മന്ത്രാലയം സമ്മതിച്ചു. അടുത്തതായി IIM-ൽ IPM പ്രവേശന പരീക്ഷ മെയ് 4-ന്. ആകെ 150 സീറ്റാണ് ഉള്ളത്. അപേക്ഷ മാർച്ച് 14 വരെ. ഇൻഡോറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM 5 വർഷ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് IPM പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പരാതിക്കാരിയെ വിവാഹം ചെയ്തു. പോക്സോ പ്രതിയുടെ കേസ് റദ്ദാക്കി. കൊച്ചി: പരാതിക്കാരിയായ അതിജീവിതയെ വിവാഹം കഴിച്ചു. ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണക്കിലെടുത്ത് പ്രതിക്കെതിരെയുള്ള പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കി. 23-കാരനെതിരെ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ജസ്റ്റിസ് C പ്രദീപ് കുമാർ റദ്ദാക്കിയത്.